മത്തായി എഴുതിയ സുവിശേഷം എടുക്കാം, 4-ാം അധ്യായം എടുക്കാം. ദൈവത്തിന് സ്തോത്രം. 2-3 വാക്യങ്ങൾ നമുക്ക് വായിച്ചു കേൾക്കാം. മാത്യു ചാപ്റ്റർ 4 verse 2 and 3. അവൻ 40 പകലും 40 രാവും ഉപവസിച്ച ശേഷം അവന് വിശന്നു. അപ്പോൾ പരീക്ഷകൻ അടുത്തു വന്ന്, നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ലപ്പമായി തീരുവാൻ കൽപ്പിക്ക എന്ന് പറഞ്ഞു. അവൻ 40 പകലും 40 രാവും ഉപവസിച്ചു. മർക്കോസ് 1:12. അതോടെ വായിച്ചാലേ ഇച്ചിലൂടെ നമുക്കത് ഗ്രഹിക്കാനായിട്ട് പറ്റും. മർക്കോസ് 1:12. അനന്തരം ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് പോകുവാൻ നിർബന്ധിച്ചു. ആരെ? യേശുവിനെ ആത്മാവ് മരുഭൂമിയിലോട്ട് പോകാൻ നിർബന്ധിച്ചു. അവിടെ മരുഭൂമിയിൽ നടന്നത് എന്താണെന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. ഉപവാസവും പ്രാർത്ഥനയും. സ്തോത്രം. ആത്മാവ് അവനെ എങ്ങോട്ട് പോകാൻ നിർബന്ധിച്ചു? മരുഭൂമിയിലേക്ക് പോകാൻ നിർബന്ധിച്ചു. അടുത്തതൂടെ അവിടെ അവൻ സാത്താനാൽ പരീക്ഷിക്കപ്പെട്ടു. 40 ദിവസം മരുഭൂമിയിൽ കാട്ടുമൃഗങ്ങളോടുകൂടെ ആയിരുന്നു. ദൂതന്മാർ അവനെ ശുശ്രൂഷിച്ചു പോകുന്നു. ഉപവാസത്തിന്റെ 1-2 ചെറിയ പ്രത്യേകത നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവന്നിട്ട് ഞാൻ വാക്കുകളെ ചുരുക്കാം. 40 ദിവസം യേശു ഉപവാസത്തിലായിരുന്നു. അതൊരു മൃഗയുദ്ധത്തിന് സമമായിരുന്നു. സ്തോത്രം. എന്നാൽ യേശുവിൻ്റെ പ്രത്യേകത, മൃഗയുദ്ധം മുമ്പിൽ നടക്കുമ്പോഴും അവനെ ശുശ്രൂഷിക്കാൻ ദൈവദൂതന്മാർ ഇറങ്ങി നിന്നു. ദൈവത്തിന് സ്തോത്രം. പ്രാർത്ഥനാ സമയത്ത് പോരാട്ടങ്ങൾ വ്യാപരിക്കാറുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഇന്നെന്ന പോലെ ഓർക്കുക, ഒരു സ്ഥലത്ത് സഭാഹോളിൽ ഞാനൊരു ശുശ്രൂഷയ്ക്ക് ചെന്നപ്പം, ദൈവത്തിന് സ്തോത്രം, ആ ശുശ്രൂഷ കഴിഞ്ഞ് ആ ചർച്ചിൻ്റെ വരാന്തയിൽ ഇരിക്കുമ്പോൾ, സ്തോത്രം, അപ്പുറത്തും ഇപ്പുറത്തും ഓരോ കസേരയിട്ട് ഞങ്ങൾ രണ്ടും, ദൈവത്തിന് സ്തോത്രം, അവരുടെ പാസ്റ്ററും ഞാനും ചായ കുടിക്കുമ്പോൾ അപ്പുറത്തെ വീട്ടിലൊരു അമ്മ, സ്തോത്രം, ഒരു പ്ലേറ്റിനകത്ത് പരിപ്പ് വടയും ഉഴുന്നുവടയും കൊണ്ട് തന്നു. അപ്പം ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പാസ്റ്റർ എന്നോട് ചോദിച്ചു, ദണ്ട് ഈ ഹോളിൻ്റെ അപ്പുറത്ത് നിൽക്കുന്ന തെങ്ങ് കണ്ടോ? ഞാൻ പറഞ്ഞു കണ്ടു. അപ്പുറത്ത് വേറൊരു തെങ്ങ് കണ്ടോ? കണ്ടു. സ്തോത്രം. ഇനിയും കാര്യം പറയാമെന്ന് പറഞ്ഞു. സ്തോത്രം. ആ ചർച്ചിനകത്തന്ന് 21 ദിവസത്തെ ഉപവാസം നടക്കുക. 19 പേരിരുന്ന് ഉപവസിച്ച് പ്രാർത്ഥിക്കുക. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പം 10-15 ദിവസമായപ്പം ഉപവസിച്ചവരുടെ ദേഹമെല്ലാം വീർക്കാൻ തുടങ്ങി. വല്ലാത്ത ചൊറിച്ചിലുകൾ വ്യാപിച്ചു. ആ ചർച്ചുമായി ബന്ധപ്പെട്ടൊരു ഡോക്ടറുണ്ട്, വന്ന് നോക്കിച്ച് പറഞ്ഞു എല്ലാവരും ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു പോകത്തില്ലെന്ന് പറഞ്ഞു. സ്തോത്രം. ചില പഴയ കാര്യമാണ് കേട്ടോ, പോകത്തില്ല. ചിലരൊക്കെ വീർത്തു, ചിലരൊക്കെ കിടക്കലാവുന്ന പോലെയായി. എന്നിട്ടും ആലയം പിരിയാതെ ഒരു ഉപവസിച്ചു. 21-ാം ദിവസം രാവിലെ ആരാധനയിൽ അത്യന്ത ശക്തി വ്യാപരിച്ചു. മൊത്തം പേര് സൗഖ്യമായി. അന്ന് വന്ന ശുശ്രൂഷകൻ പറഞ്ഞു കിണർ തേകണമെന്ന് വെച്ച് കിണർ തേകിയപ്പം 2 കരിമ്പൂച്ച തല്ലിക്കൊന്നിട്ട് അത് ചത്തു പുഴുത്ത് ആ വെള്ളം കുടിച്ചപ്പോൾ ഉണ്ടായ ആ ഇൻഫെക്ഷനാണ്. ചുരുക്കി പറയാൻ കിണറെല്ലാം വൃത്തിയാക്കി. ഇത് ചെയ്ത ആരോ ഉണ്ടല്ലോ. അല്പ ദിവസം കഴിഞ്ഞപ്പോൾ ഒരു നിലവിളി കേട്ടു. അത് ചെയ്തവൻ്റെ വീട്ടിലെ ഒരാൾ വരമ്പേ വഴി നടന്നു പോയപ്പം ഒരു കൂട്ടം കൊളവ് ഈച്ച, തേനീച്ചയല്ല വലിയ ടൈപ്പ് ഈച്ച വന്ന് കുത്തി. അവിടെ വെച്ച് ദൈവത്തിന് സ്തോത്രം അവൻ്റെ ബോധം പോയി. എടുത്തുകൊണ്ട് വന്ന് വാഴയിലെ കിടത്തി. ഇതുപോലെ വീർത്തു കടന്നു. 3 മരിച്ചു. അവനെ അടക്കി അതിൻ്റെ മേളിലൊരു തെങ്ങ് വെച്ചു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവിടുത്തെ മോക്ക് എങ്ങുമില്ലാത്തൊരു രോഗം പ്രത്യക്ഷപ്പെട്ടു. അവളും 4 ദിവസം വീർത്തു കളഞ്ഞു. അവളും മരിച്ചു. അവളെ മടക്കി അവിടെയും വെച്ചൊരു തെങ്ങ്. എന്നാൽ നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോണേ, അമ്മ ഓടി അടക്കം കഴിഞ്ഞപ്പോൾ പാസ്റ്റർ കാലം വന്ന് വീണു. ഞങ്ങളുടെ വീട്ടുകാരൻ ചെയ്തതാണ്, ക്ഷമിക്കണേ, ഇനി ഒന്നും ഉണ്ടാകരുതേ. ഇന്ന് അവർ ആ ചർച്ചിലെ മെമ്പേഴ്സാണ്. ഞാൻ എന്തിനാ ഈ ദൂത് നിന്നോട് പറയുന്നത്? ഉപവാസത്തിന്റെ കളി ഒരു തീക്കളിയാ. ഇതൊരു മൃഗയുദ്ധമാണെങ്കിലും ഇതൊരു മൃഗയുദ്ധമാ. യേശു 40 ദിവസം ഉപവസിച്ചു. സ്തോത്രം. തിരിച്ചറിയണം, ഉപവാസത്തിന്റെ റിസൾട്ട് ഭയങ്കരമാണ്. ഞാൻ ഇന്നും ഓർക്കുന്നൊരു കാര്യം നിങ്ങളോട് പറയാം. ഒരിക്കലൊരു സഹോദരൻ, ദൈവത്തിന് സ്തോത്രം, ഞാൻ ദൈവത്തിന് സ്തോത്രം മാംഗ്ലൂരിൽ പ്രസംഗിക്കാൻ പോയപ്പോൾ എന്നെ കാറെ കൊണ്ടുപോവുക. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്നിട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ മുഴുവൻ കാലിൻ്റെ ഫോട്ടോ എടുത്ത് വെച്ചിരിക്കുക. കാലിൻ്റെ ഫോട്ടോ, അദ്ദേഹത്തിൻ്റെ കാലിൻ്റെ ഫോട്ടോ. ഞാൻ ചോദിച്ചു ഇതെന്നാന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു എനിക്കൊരു ആക്സിഡൻ്റ് ഉണ്ടായി,
എൻ്റെ വലത്തേക്കാലിൻ്റെ മുട്ടിൻ്റെ താപ്പോട്ടുള്ള പല ഓപ്പറേഷനുകൾ നടന്ന അവസാനം മുട്ടിൻ്റെ താപ്പോട്ട് ചലിക്കത്തില്ല. ഡോക്ടർമാർ പറഞ്ഞു ഇനി ഒരിക്കലും ജീവിക്കത്തില്ല. അദ്ദേഹം പറഞ്ഞു, ഞങ്ങളുടെ പാസ്റ്റർ വീട്ടിൽ വന്നിട്ട് കുറച്ച് എണ്ണ പ്രാർത്ഥിച്ചു തന്നിട്ട് ഒരു 3 ദിവസം ഉപവാസ പ്രാർത്ഥന വെച്ചു. എല്ലാ ദിവസവും എണ്ണ പൂശി പാസ്റ്റർ പ്രാർത്ഥിക്കും. 5-ാം ദിവസം മുതൽ എൻ്റെ കാലിൽ ബ്ലഡ് ഓട്ടം തുടങ്ങി. ഇന്ന് കാർ ഓടിക്കും, ബിസിനസ് ചെയ്യും, കഴിയാത്തതൊക്കെ ഉപവാസത്തിൽ കഴിയും. ഞാൻ ഇവിടെ ഇരിക്കുന്ന ചിലരോട് പറയുക, ഉപവാസം ചെറുതായി എടുക്കരുതേ. ഉപവാസത്തിനകത്ത് നടക്കുന്ന വിടുതൽ ഭയങ്കരമാ. നിന്റെ സന്തതി കുരുങ്ങിക്കിടക്കുവാണെങ്കിൽ, നിന്റെ കുടുംബം കുരുങ്ങിക്കിടക്കുവാണെങ്കിൽ ഒരു ഉപവാസം മതി, അത് തിരിച്ചറിഞ്ഞ് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഉപവാസത്തിനകത്ത് വിടുതലുകൾ വെളിപ്പെടുക. യേശു ചില മൃഗയുദ്ധം വെളിപ്പെട്ടാലും പ്രാർത്ഥിക്കുന്ന നീ പറയണം, നിന്നെ ശുശ്രൂഷിക്കാൻ ദൈവദൂതന്മാരുണ്ട്. ചില പരീക്ഷകന്മാർ വെല്ലുവിളിക്കുന്നുണ്ട്, പക്ഷെ നീ പേടിക്കരുത്. ഏത് പരീക്ഷയെ ജയിക്കേണ്ട വചനം. ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം, സ്തോത്രം. ആ വാക്കൂടെ പറഞ്ഞ് ഞാൻ നിർത്തുക. അവിടെ പരീക്ഷകൻ അടുത്തു വന്നു എന്നാണ് വായിക്കുന്നത്. പരീക്ഷകൻ ആരാ? സാത്താൻ. എന്തിനു വന്നു? അടുത്തു വന്നു. നിങ്ങൾ ശ്രദ്ധിക്കണം, സാത്താൻ്റെ ഇപ്പോഴത്തെ ഷേപ്പ്, തലയില്ല, ആയുധമില്ല, തലയുമില്ല, നിരായുധന. പിന്നെ അവന് കുറച്ച് തന്ത്രം മാത്രമേ ഉള്ളൂ. പക്ഷെ അവന് പിന്നെ ഭംഗിയായിട്ട് അറിയാം ഈ തന്ത്രം എങ്ങനെ ഇട്ടാൽ നിന്റെ വീട്ടിൽ കിടന്ന് പൊട്ടിത്തെറിക്കുമോ. മനസ്സിലായോ? ഏതൊരു ആദമു ഹവ്വയൊക്കെ എന്തോരം അനുഗ്രഹമുള്ളവരായിരുന്നു. പിശാച് എന്ത് തന്ത്രപരമായിട്ടാണ് ഒരു ഗാർഡൻ സ്നേക്കിൻ്റെ ഷേപ്പിൽ മൽബറി എന്ന് ചാമ്പയിലോട്ടും, ചാമ്പയെന്ന് പേരലോട്ടും, പേമ്പേരെന്ന് ആത്തയിലോട്ടും കയറി ഹവ്വ അമ്മച്ച് എത്ര തന്ത്രപരമായി കുടുക്കി പുറത്തിറക്കി വെച്ച് പുള്ളി പറഞ്ഞു, എന്നാ ബൈ. ഇതാ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. ഉണർവിനിടയ്ക്ക് നോക്കിയ ഒരു അനന്യാസിൻ്റെ സെഫീറയുടെ വീട്ടിൽ കയറി വസ്തു ഇടപാടിനകത്ത് കയറി തലയിട്ടേച്ച് രാത്രി ഒരു കൊച്ചു തലണമന്ദിരം കൊടുത്താൽ രാവിലെ 2 ശവം കിടക്കുന്നു. എവിടെ പോയി സാത്താൻ? പൗലോസ് പറയാ, സാത്താൻ നിങ്ങളെ തോൽപ്പിക്കല്ലേ, അവൻ്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവരല്ലല്ലോ എന്ന് പറഞ്ഞാൽ നമുക്ക് അവൻ്റെ തന്ത്രം എന്തോ അറിയാം. അവൻ്റെ തന്ത്രം ഒരു ജന്മം പഠിക്കാനുണ്ട്. അവൻ ഇന്ന് ആയുധമില്ല, തലയില്ല, പിന്നെ എന്തോ ഉണ്ട്? തന്ത്രം. ആ തന്ത്രം മെടയുക. നിന്റെ കുടുംബത്തിന്മേലുള്ള ആ തന്ത്രങ്ങൾ അതൊക്കെ പൊളിയുന്നത് എവിടാണ്? ആരാധനകളുടെ നടുവിലാണ്.